മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ കാറ്റക്കേസിസ് എന്ന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. മലങ്കര കത്തോലിക്ക സഭയുടെ കാറ്റക്കേസിസ് അഥവാ മതബോധനം, മറ്റൊരു വാക്കിൽ വിശ്വാസ പരിശീലനം എന്ന ഈ പരമ്പരയിലൂടെ മലങ്കര കത്തോലിക്ക സഭയുടെ വിശ്വാസത്തെ ആഴത്തിൽ പഠിക്കുവാനും മനസ്സിലാക്കുവാനുമുള്ള ഒരു ശ്രമമാണ്. ഈ പരമ്പര ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്നതാണ്. മതാധ്യാപകർക്കും വിശ്വാസത്തെ കൂടുതൽ മനസ്സിലാക്കാൻ പരിശ്രമിക്കുന്നവർക്കും ഈ കാറ്റഗേസിസ് എന്ന പരമ്പര ഉപകാരപ്രദമാകും എന്ന് കരുതട്ടെ. കാറ്റഗേസിസ് എന്ന പദത്തിൻ്റെ പൊതുവായ അർത്ഥം വിശ്വാസ പരിശീലനം, മതബോധനം, വേദപഠനം, സൺഡേ സ്കൂൾ എന്നീ പദങ്ങളിലൂടെയാണ് പലപ്പോഴും നാം മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. കാറ്റഗേസിസ് എന്ന പദത്തിന് 4 രീതിയിലുള്ള അർത്ഥതലങ്ങളുണ്ട്. കാറ്റഗേസിസ് എന്ന പദത്തിൻ്റെ അർത്ഥം മതബോധന പ്രക്രിയ, ദ പ്രോസസ് ഓഫ് ഫെയ്ത്ത് എഡ്യൂക്കേഷൻ. മതബോധന പ്രക്രിയ, വേദപഠന പ്രക്രിയ, അതിനെയാണ് മതബോധനം എന്ന് നമ്മൾ പറയുക, അല്ലെങ്കിൽ കാറ്റഗേസിസ് എന്ന് പറയുക. മറ്റൊരു പദം കാറ്റക്കിസം എന്നുള്ള പദമാണ്. ടെക്സ്റ്റ് ആൻഡ് സിലബസ്, മതബോധന ഗ്രന്ഥത്തെയാണ് കാറ്റക്കിസം എന്ന് പറയുക. വേദപാഠം, അതിനെയാണ് കാറ്റക്കിസം ടെക്സ്റ്റ്. കാറ്റക്കിസം ഓഫ് ദ കാത്തലിക് ചർച്ച്, കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം. അപ്പോൾ കാറ്റക്കിസം എന്ന് പറയുമ്പോൾ ആ മതബോധന ഗ്രന്ഥത്തെയാണ് കാറ്റക്കിസം എന്ന പദം കൊണ്ട് നമ്മൾ അർത്ഥമാക്കുക. മറ്റൊരു പദമാണ് കാറ്റക്കിസ്റ്റ്, ദ വൺ ഹു ടീച്ചസ്. മതബോധകൻ, വേദപാഠകൻ എന്നൊക്കെ നമുക്ക് പറയാം. കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ മറ്റുള്ളവരെ വേദം പഠിപ്പിക്കുന്നവൻ, അല്ലെങ്കിൽ അവർക്ക് വിശ്വാസം പരിശീലനം നൽകുന്നവൻ എന്ന അർത്ഥതലത്തിലാണ് കാറ്റക്കിസ്റ്റ് എന്ന പദം ഉപയോഗിക്കുക, ദ വൺ ഹു ടീച്ചസ്. 4-ാമതായിട്ട് കാറ്റഗെറ്റിക്സ്, മതബോധന ശാസ്ത്രം. മറ്റ് ശാസ്ത്ര വിഷയങ്ങളെപ്പോലെ മതബോധനവും ഒരു ശാസ്ത്രമാണ്. അതിനും ഒരു കണ്ടൻറ്റും ഒരു പെഡഗജിയും ഒക്കെയുണ്ട്. അതുകൊണ്ട് കാറ്റഗെറ്റിക്സ് എന്ന് പറയുന്നത് മതബോധന ശാസ്ത്രമാണ്, വിശ്വാസ പരിശീലന ശാസ്ത്രം. അതിനെയാണ് കാറ്റഗെറ്റിക്സ് എന്ന് പറയുക. കാറ്റഗേസിസ് എന്ന പദത്തെ വിവിധ രീതിയിൽ മനസ്സിലാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് പല പദങ്ങൾ നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്നത്. അതിന് മതബോധനമെന്നും വേദപഠനമെന്നും വിശ്വാസ പരിശീലനമെന്നും സൺഡേ സ്കൂളുമെന്നും പലപ്പോഴും നമ്മൾ പറയാറുണ്ട്. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം നാം 2000 ഇറക്കിയപ്പോൾ ആ പുസ്തകത്തിൻ്റെ പേര് വേദപാഠം എന്നാണ് എഴുതിയിരിക്കുക. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ വേദപാഠം. അതിന് കാരണം വേദമെന്ന പദം നമുക്കറിയാം, അതിൻ്റെ പൊതുവായ അർത്ഥം വെളിപാട് എന്നാണ്, ദൈവത്തിൻ്റെ വെളിപാട്. ഹിന്ദു റിലിജിയൻ്റെയൊക്കെ ആത്മീയ പുസ്തകത്തെ വേദങ്ങളെന്നാണ് പറയുക. വേദങ്ങളും ഉപനിഷത്തുകളും വേദങ്ങൾ, ദൈവത്തിൻ്റെ വെളിപാട് എന്നാണ് അത് അർത്ഥമാക്കുക. ദൈവത്തിൻ്റെ വെളിപാട് എഴുതിയ പുസ്തകമായതുകൊണ്ടാണ് നമ്മൾ വേദപുസ്തകം, ബൈബിളിനെ വേദപുസ്തകം എന്ന് പറയും. ദൈവിക വെളിപാടുകളുടെ സമാഹാരമാണ് വേദപുസ്തകം. അതുകൊണ്ട് ദൈവിക വെളിപാടുകളുടെ സമാഹാരമായ ഈ വേദപുസ്തകം, അല്ലെങ്കിൽ വേദത്തെക്കുറിച്ചുള്ള കൂടുതൽ പഠനത്തെയാണ് വേദപഠനം എന്ന പദം കൊണ്ട് നമ്മൾ അർത്ഥമാക്കുക. മലങ്കര സഭയുടെ ആദ്യകാല മതബോധന ഗ്രന്ഥങ്ങൾക്കും ഇതുപോലെ വേദപാഠം എന്നുള്ള പദമാണ് ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ടാണ് വേദപാഠം എന്ന പദം തുടർന്ന് ഉപയോഗിക്കാനായിട്ട് മലങ്കര സഭ താല്പര്യപ്പെടുന്നത്. ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി, മതബോധനം, വിശ്വാസ പരിശീലനം, വേദപഠനം, സൺഡേ സ്കൂൾ എന്നിങ്ങനെയുള്ള പല പദങ്ങൾ ഈ കാറ്റഗേസിസ് എന്ന വിശ്വാസ പരിശീലന പദ്ധതിക്ക് പകരമായി ഉപയോഗിക്കാറുണ്ട്. എന്നാൽ കത്തോലിക്ക സഭ 1-ാം നൂറ്റാണ്ട് മുതൽ ഇന്നുവരെയും ഉപയോഗിക്കുന്ന പൊതുവായ പദമാണ് കാറ്റഗേസിസ് എന്നത്. കാറ്റക്കേയോ അഥവാ കാറ്റക്കെയിൻ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് കാറ്റഗേസിസ് എന്ന പദം ഉത്ഭവിച്ചിരിക്കുന്നത്. ഒരു കവി സ്റ്റേജിൽ നിന്ന് ശ്രോതാക്കളെ പഠിപ്പിക്കുന്നതിനെ, ഒരുവൻ മറ്റു വ്യക്തിയെ പഠിപ്പിക്കുന്നതിനെ കാറ്റഗേസിസ് എന്ന പദം ഉപയോഗിച്ചിരുന്നു. ടു ടീച്ച് സമ്മൺ, ടു ഇൻസ്ട്രക്ട് സമ്മൺ എന്ന അർത്ഥതലത്തിൽ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പദമായിട്ടാണ് കാറ്റഗേസിസ് എന്ന പദം ഉപയോഗിച്ചിരുന്നത്. പുതിയ നിയമത്തിൽ കാറ്റഗേസിസ് എന്ന പദം പല സ്ഥലങ്ങളിലായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്.
ലൂക്കായുടെ സുവിശേഷം 1:4, അപ്പോസ്തല പ്രവർത്തനം 18:25, 21:21, റോമൻസ് 2:18, ഗലേഷ്യൻസ് 6:6. ഇവിടെയൊക്കെ നമുക്ക് ഈ പദം കാണാനായിട്ട് സാധിക്കും. ഇവിടെയെല്ലാം ടു ടീച്ച്, ടു ഇൻസ്ട്രക്റ്റ് എന്നുള്ള അർത്ഥതലത്തിലാണ് ഈ പദം ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പസ്തോലന്മാരുടെ കാലം മുതൽ കാറ്റക്കേസിസ് എന്ന പദം ക്രിസ്തുവിശ്വാസത്തിൻ്റെ പഠിപ്പിക്കലിനെയാണ് പൊതുവായിട്ട് അർത്ഥം വെച്ചിരുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി, കത്തോലിക്കാ സഭ ആദിമസഭ മുതൽ ഇന്നുവരെയും കാറ്റക്കേസിസ് എന്ന പദമാണ് ഉപയോഗിച്ചു കൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് 1992 പുറത്തിറങ്ങിയ കാറ്റക്കിസം ഓഫ് ദ കാത്തലിക് ചർച്ച്, CCC എന്ന് പൊതുവായിട്ട് പറയും, അതിനെയും കാറ്റക്കിസം എന്ന പേരിലാണ് സഭ പൊതുവായിട്ട് വിളിക്കുന്നത്. എന്നാൽ 16-ാം നൂറ്റാണ്ടിൽ പ്രൊട്ടസ്റ്റൻ്റുകാർ, മിഷണറിമാർ ഇവിടെ നാട്ടിൽ വരികയും അവരെ കാറ്റക്കേസിസ് എന്ന പദത്തിന് പകരമായി ഇംഗ്ലീഷ് ഭാഷയിൽ റിലീജിയസ് എഡ്യൂക്കേഷൻ, ക്രിസ്ത്യൻ റിലീജിയസ് എഡ്യൂക്കേഷൻ എന്ന പദങ്ങൾ ഉപയോഗിച്ച് തുടങ്ങുകയും അതിൻ്റെ മലയാള പരിവർത്തനമായിട്ട് മതബോധനം എന്ന പദം കൂടുതൽ പ്രചാരമാവുകയും ചെയ്തു. അങ്ങനെ മതബോധനം, സൺഡേ സ്കൂൾ എന്നീ പദങ്ങൾ പ്രൊട്ടസ്റ്റൻ്റ് മിഷണറിമാരുടെ സ്വാധീനം മൂലം നമ്മുടെ നാട്ടിൽ രൂപപ്പെട്ട പദങ്ങളാണ്. പലപ്പോഴും മതബോധനം എന്ന പദമാണ് പൊതുവായിട്ട് എല്ലായിടത്തും മലയാള ഭാഷയിൽ ഉപയോഗിക്കുന്നത്. ഇന്ന് കൂടുതലായും വിശ്വാസ പരിശീലനം എന്ന പദം കൂടുതൽ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഫെയ്ത്ത് ഫോർമേഷൻ എന്ന പദമാണ് ഇന്ന് പൊതുവായിട്ട് കൂടുതലും പല സഭകളിലും ഇന്ന് ഉപയോഗിക്കുന്നത്. കാറ്റക്കേസിസ് എന്ന വാക്കിനെ പൊതുവായി പറഞ്ഞാൽ ക്രിസ്ത്യവിശ്വാസത്തിൻ്റെ പൂർണ്ണതയിലേക്ക് ഒരു വ്യക്തിയെ ആനയിക്കുകയും വളർത്തുകയും ഉറപ്പിക്കുകയും അതിലൂടെ യേശു ക്രിസ്തുവുമായും പരിശുദ്ധ തൃത്വവുമായും പൂർണ്ണ സംസർഗത്തിൽ എത്തിച്ചേരുകയും അങ്ങനെ നിത്യരക്ഷയുടെ അനുഭവത്തിലേക്ക് ഒരു വ്യക്തിയെ എത്തിക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ് കാറ്റക്കേസിസ് എന്നതുകൊണ്ട് ലക്ഷ്യം വെക്കുക. മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തിയെ മലങ്കര സഭയുടെ വിശ്വാസ ജീവിതത്തിലേക്ക് ആനയിക്കുകയും വളർത്തുകയും ഉറപ്പിക്കുകയും ചെയ്യുന്നത് വഴി യേശുക്രിസ്തുവിനോടും പരിശുദ്ധ തൃത്വത്തോടും സംസർഗത്തിലാകുകയും അതിലൂടെ ക്രിസ്ത്യവിശ്വാസത്തിൻ്റെ പൂർണ്ണതയിലേക്ക് ഒരു വ്യക്തിയെ വളർത്തുകയും അങ്ങനെ നിത്യരക്ഷയിലേക്ക് എത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് മതബോധനം കൊണ്ട്, കാറ്റക്കേസിസ് എന്നതുകൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. 4 രീതിയിൽ നമുക്കിതിനെ മനസ്സിലാക്കാനായിട്ട് പരിശ്രമിക്കാം. മലങ്കര സഭയിലെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മതബോധനം അല്ലെങ്കിൽ വിശ്വാസ പരിശീലനം എന്താണ് ലക്ഷ്യം വെക്കുക? 4 സാധ്യതകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒന്നാമതായിട്ട് ഒരു വ്യക്തിയെ നല്ല വ്യക്തിയാക്കുക, എ ഗുഡ് പേഴ്സൺ. രണ്ടാമതായിട്ട് ഒരു വ്യക്തിയെ നല്ല ക്രിസ്ത്യാനിയാക്കുക, എ ഗുഡ് ക്രിസ്ത്യൻ. മൂന്നാമതായിട്ട് ഒരു വ്യക്തിയെ നല്ല കത്തോലിക്കനാക്കുക, എ ഗുഡ് കാത്തലിക്. 4ാമത്തെ സാധ്യത ഒരു വ്യക്തിയെ നല്ല മലങ്കര കത്തോലിക്കനാക്കുക, എ ഗുഡ് മലങ്കര കാത്തലിക്. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം ഈ 4 ഓപ്ഷനിൽ ഏതാണ് നമ്മൾ തിരഞ്ഞെടുക്കുക? എ ഗുഡ് പേഴ്സൺ, എ ഗുഡ് ക്രിസ്ത്യൻ, എ ഗുഡ് കാത്തലിക് ഓർ എ ഗുഡ് മലങ്കര കാത്തലിക്. ഈ 4 ഓപ്ഷനിൽ മലങ്കര കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം 4ാമത്തെ ഓപ്ഷനാണ് അഭികാമ്യമായിട്ടുള്ളത്, ശരിയായിട്ടുള്ളത്, എ ഗുഡ് മലങ്കര കാത്തലിക്. നമുക്കതിനൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഒരു വ്യക്തിയെ നല്ല വ്യക്തിയാക്കുക മാത്രമല്ല കാറ്റക്കേസിസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുക. ഒരു വ്യക്തിയെ നല്ല വ്യക്തിയാക്കാൻ അതിന് മതത്തിൻ്റെ ആവശ്യം വേണമെന്നില്ല. ഒരു മതമില്ലാതെ തന്നെ വേണമെങ്കിൽ ഒരു വ്യക്തിക്ക് നല്ലതായിട്ടൊക്കെ ജീവിക്കാൻ പറ്റും. അപ്പോൾ ഒരു വ്യക്തിയെ നല്ല വ്യക്തിയാക്കുക എന്നുള്ളതല്ല ആത്യന്തിക ലക്ഷ്യം. അവിടെ മതത്തിൻ്റെ ആവശ്യകത ഒരുപക്ഷെ വേണ്ടി വരണമെന്നില്ല. രണ്ടാമത് ഒരു വ്യക്തിയെ ക്രിസ്ത്യാനിയാക്കുക, നല്ല ക്രിസ്ത്യാനിയാക്കുക. നല്ല ക്രിസ്ത്യാനിയാക്കുക എന്ന് പറയുമ്പോൾ അവൻ കത്തോലിക്കനായിരിക്കണമെന്ന് നിർബന്ധമില്ല. കത്തോലിക്ക സഭയിൽ പെടാത്തവരും നല്ല ക്രിസ്ത്യാനി എത്രയോ പേരുണ്ട്. അപ്പോൾ ഒരു നല്ല ക്രിസ്ത്യാനിയാക്കുക അത് മാത്രമല്ല അതിൻ്റെ ആത്യന്തിക ലക്ഷ്യം. മൂന്നാമതായിട്ട് ഒരു നല്ല കത്തോലിക്കനാക്കുക. ഒരു നല്ല കത്തോലിക്കൻ എന്ന് പറയുമ്പോൾ തീർച്ചയായും കത്തോലിക്ക സഭ 24 റീത്തുകളിൽ വ്യാപിച്ച് കിടക്കുകയാണ്. കത്തോലിക്ക സഭ എന്ന് പറയുന്നൊരു യാഥാർത്ഥ്യം 24 വ്യക്തിഗത സഭകൾ ഒന്നിച്ചു ചേരുന്ന കൂട്ടായ്മയാണ് കത്തോലിക്ക സഭ എന്ന് പറയുക. അപ്പോൾ ഏതെങ്കിലും ഒരു സഭയിലാണ് ഒരു വ്യക്തി വളരുന്നതും ജീവിക്കുന്നതും ദൈവത്തെ അനുഭവിക്കുന്നതും. അതുകൊണ്ട് പൊതുവായി ഒരു നല്ല കത്തോലിക്കനാക്കുക എന്ന് പറയുമ്പോൾ
തീർച്ചയായിട്ടും അത് ഒരു സഭയുമായും നേരിട്ട് അതിന് ബന്ധമില്ലാതെ വരും. എന്നാൽ നാലാമത്തെ ഓപ്ഷനാണ് മലങ്കര കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ഓപ്ഷൻ, തിരഞ്ഞെടുപ്പ്. ഒരു മലങ്കര സഭയിലെ വ്യക്തിയെ ഒരു നല്ല മലങ്കരക്കാരനാക്കുക. ഒരു നല്ല മലങ്കരക്കാരനായി കഴിയുമ്പോൾ അവൻ നല്ല കത്തോലിക്കനായിരിക്കും. നല്ലതെന്നുള്ളത് ഇൻവെർട്ടർ ഒരു നല്ല മലങ്കര കത്തോലിക്കൻ, എല്ലാ വിധത്തിലും നല്ല മലങ്കര കത്തോലിക്കൻ, അവൻ ഒരു നല്ല കത്തോലിക്കനായിരിക്കും, അവൻ നല്ല ക്രിസ്ത്യാനിയായിരിക്കും, അവൻ നല്ല മനുഷ്യനുമായിരിക്കും. അതുകൊണ്ട് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം മതബോധനത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം ഒരു വ്യക്തിയെ നല്ല മലങ്കര കത്തോലിക്കനാക്കി തീർക്കുക എന്നുള്ളതാണ്. ആ വിഷയങ്ങൾ നമ്മൾ മുൻപോട്ട് വരുമ്പോൾ കൂടുതൽ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. ആദിമസഭയിൽ രൂപപ്പെട്ട വിശ്വാസ പരിശീലന പദ്ധതിയാണ് കാറ്റക്യൂമിനേറ്റ് എന്ന് പറയുക. അപ്പസ്തോലന്മാരുടെ കാലശേഷം നമുക്കറിയാം ധാരാളം ആളുകൾ സഭയിലേക്ക് ചേരുകയുണ്ടായി, പ്രായപൂർത്തിയായവർ. അപ്പോൾ പ്രായപൂർത്തിയായ വ്യക്തികൾ സഭയിലേക്ക് ക്രിസ്തുമതം സ്വീകരിക്കുവാനായിട്ട് കടന്നു വന്നപ്പോൾ അവർക്ക് വിശ്വാസ പരിശീലനം നൽകിക്കൊണ്ടാണ് അവരെ സഭയിലേക്ക് സ്വീകരിച്ചത്. അങ്ങനെ ആദിമസഭയിൽ രൂപപ്പെട്ട വിശ്വാസ പരിശീലന പദ്ധതിയാണ് കാറ്റക്യൂമിനേറ്റ് എന്ന പദം കൊണ്ട് അർത്ഥമാക്കുക. വിശ്വാസ പരിശീലനത്തിനുള്ള ഒരു പദ്ധതിയാണ് കാറ്റക്യൂമിനേറ്റ് സിസ്റ്റം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ പരിശീലനം 4 തലങ്ങളിലായിട്ടാണ് അവർ നൽകിക്കൊണ്ടിരുന്നത്. ഒന്നാമത്തേത് പ്രീ കാറ്റക്യൂമിനേറ്റ് എന്ന് പറയും. അതായത് പ്രാരംഭ വിശ്വാസത്തെക്കുറിച്ച് പഠിപ്പിക്കുക. ആവശ്യമായ അടിസ്ഥാന വിശ്വാസം, അതിൻ്റെ പ്രാരംഭ അറിവുകൾ നൽകുന്നതിനെയാണ് പ്രീ കാറ്റക്യൂമിനേറ്റ് എന്ന് പറയുക. രണ്ടാമത്തേതാണ് കാറ്റക്യൂമിനേറ്റ്, അടിസ്ഥാന വിശ്വാസത്തെക്കുറിച്ച് കൃത്യമായിട്ട് പഠിപ്പിക്കുക. അതിനകത്ത് സുവിശേഷങ്ങൾ, കർത്താവിൻ്റെ പ്രബോധനങ്ങൾ, അതുപോലെ തന്നെ വിശ്വാസ പ്രമാണം, കർത്തൃപ്രാർത്ഥന, ഇവയുടെയൊക്കെ കൃത്യമായ പഠിപ്പിക്കലുകൾ ഈ കാറ്റക്യൂമിനേറ്റ് സിസ്റ്റത്തിൽ നടക്കും. രണ്ടാമത്തേതാണ് കാറ്റക്യൂമിനേറ്റ് എന്ന് പറയുന്ന കൃത്യമായ അടിസ്ഥാന വിശ്വാസത്തെക്കുറിച്ചുള്ള പഠനം നടക്കുന്ന വേദി. അതിനുശേഷമാണ് മൂന്നാമത്തെ തലത്തിലേക്ക് പ്രവേശിക്കും സാക്രമെൻ്റൽ കാറ്റക്കേസിസ്, കൗദാശിക വിശ്വാസ പരിശീലനം. അതായത് ഒരു വ്യക്തി മാമോദീസ, മൂറോൻ, വിശുദ്ധ കുർബാന എന്നീ കൂദാശികൾ സ്വീകരിക്കുന്നതിനായിട്ട് ഒരു ക്രിസ്ത്യാനിയായി തീരുന്നതിന് വേണ്ടിയുള്ള കൗദാശികമായ ഒരുക്കത്തെയാണ് അത് ലക്ഷ്യം വെക്കുക. അപ്പോൾ സാക്രമെൻ്റൽ കാറ്റക്കേസിസ്, കൗദാശിക മതബോധനം ഈ മൂന്നാമത്തെ തലത്തിൽ നടത്തും. അങ്ങനെ കൗദാശിക മതബോധനം നടത്തിയതിന് ശേഷം ഒരു വ്യക്തിക്ക് മാമോദീസായും വിശുദ്ധ മൂറോനും വിശുദ്ധ കുർബാനയും നൽകും. അതിനാണ് സാക്രമെൻ്റ് ഓഫ് ഇനിസിയേഷൻ എന്ന് പറയുക. മാമോദീസ, മൂറോൻ, വിശുദ്ധ കുർബാന, ഇത് മൂന്നും കൂടെ ചേർന്നാണ് സാക്രമെൻറ്റ്സ് ഓഫ് ഇനിസിയേഷൻ. അങ്ങനെ മൂന്നാമത്തെ തലത്തിൽ ഒരു വ്യക്തി പരിശീലനം പൂർത്തിയാക്കി കഴിയുമ്പോൾ ആ വ്യക്തിക്ക് മാമോദീസ നൽകി സഭയുടെ ഭാഗമാക്കി തീർക്കും. 3 പരിശീലന ഘട്ടങ്ങൾ പിന്നിട്ട് കഴിയുമ്പോൾ 4ാമത്തെ തലത്തിലേക്ക് ഈ വ്യക്തി എത്തും. അതിനാണ് മിസ്റ്റഗോജിക്കൽ കാറ്റക്കേസിസ് എന്ന് പറയുക. വിശ്വാസ രഹസ്യങ്ങളെക്കുറിച്ചുള്ള ആഴമായ പഠനമാണ് അത് ലക്ഷ്യം വെക്കുക. മിസ്റ്റഗോജിക്കൽ കാറ്റക്കേസിസ് വിശ്വാസ രഹസ്യങ്ങളെ ആഴത്തിൽ പഠിക്കുവാനും മനസ്സിലാക്കുവാനുള്ള ശ്രമമാണ്. ചുരുക്കത്തിൽ ആദിമസഭയിൽ ഒരുവൻ ക്രിസ്ത്യാനി ആകണമെങ്കിൽ ഒരു പരിശീലന പദ്ധതിയിലൂടെ അവൻ കടന്നു പോവുകയും അവൻ്റെ ഉള്ളിൽ അടിസ്ഥാനപരമായ ഒരു വലിയ അറിവ് അവന് ലഭിക്കണം, അവന് ഒരു രൂപീകരണം നടക്കണം, അവൻ്റെ ഉള്ളിൽ ഒരു രൂപാന്തരീകരണം നടക്കണം. ഈ 3 കാര്യങ്ങളും അവിടെ ആവശ്യമായിരുന്നു. അതുകൊണ്ടാണ് വിശ്വാസ പരിശീലനത്തെ പൊതുവായിട്ട് ഈ 3 പദങ്ങൾ ലക്ഷ്യം വെക്കുന്നുണ്ട്: ഇൻഫർമേഷൻ, ഫോർമേഷൻ, ട്രാൻസ്ഫോർമേഷൻ. എല്ലാ ഈ വിശ്വാസ പരിശീലനത്തിലും ഒരു ഇൻഫർമേഷനുണ്ട്. ദൈവത്തെക്കുറിച്ചും ദൈവിക വെളിപാടിനെക്കുറിച്ചുമുള്ള ആഴമായ അറിവ്, ഇൻഫർമേഷൻ. രണ്ടാമത്തേത്, ഈ ഇൻഫർമേഷൻ ഫോർമേഷനിലേക്ക് നയിക്കപ്പെടണം, ഒരു വ്യക്തിയെ രൂപപ്പെടുത്തുന്നതായിരിക്കണം. അതാണ് ഫെയ്ത്ത് ഫോർമേഷൻ. ഒരു വ്യക്തിയെ വിശ്വാസത്തിൽ രൂപപ്പെടുത്തുന്നതായിരിക്കണം. അറിവിൻ്റെ തലത്തിൽ നിന്ന് അപ്പുറത്തേക്ക് ഒരു വ്യക്തിയെ രൂപപ്പെടുത്തുന്ന, ഫോം ചെയ്യുന്നതായി തീരണം. ഒരു ക്രിസ്തീയ വ്യക്തിത്വമായിട്ട് ഒരു വ്യക്തിയെ രൂപപ്പെടുത്തുന്നതായി തീരണം. മൂന്നാമതായിട്ട്, ഒരു വ്യക്തിക്ക് രൂപാന്തരീകരണം ഉണ്ടാകണം.
യേശുവുമായി ആഴപ്പെട്ടൊരു വ്യക്തിബന്ധത്തിലേക്ക് കടക്കുവാൻ തക്കവണ്ണം ആ വ്യക്തിക്ക് ഒരു രൂപാന്തരീകരണം, ഒരു ട്രാൻസ്ഫോർമേഷൻ ആ വ്യക്തിക്കുണ്ടാകണം. സഭയുടെ കാറ്റഗേസിസ് അഥവാ വിശ്വാസ പരിശീലനം എന്ന ഈ ശുശ്രൂഷയെ പ്രേക്ഷിത പ്രവർത്തനവുമായി ചേർത്ത് വ്യാഖ്യാനിക്കാനാണ് സഭ താല്പര്യപ്പെടുന്നത്. എവഞ്ചലൈസേഷനുമായി ബന്ധപ്പെടുത്തിയാണ് കാറ്റഗേസിസ് എന്ന പദത്തെ സഭ മനസ്സിലാക്കുന്നത്. അതിന് സഭ മുൻപോട്ട് വയ്ക്കുന്ന ഒരു വേദഭാഗമാണ് മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 15-ാം വാക്യം. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കുവിൻ. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കുവിൻ. വിശ്വസിച്ച് സ്നാനപ്പെടുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. ഈ ഒരു വേദഭാഗവുമായി ബന്ധപ്പെടുത്തിയാണ് കാറ്റഗേസിസ് എന്ന ഈ ശുശ്രൂഷയെ സഭ വ്യാഖ്യാനിക്കുന്നത്. ഇതിൻ്റെ തന്നെ മറ്റൊരു രീതിയിലുള്ള കർത്താവിൻ്റെ പഠിപ്പിക്കലാണ് മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 19-20 വാക്യം നമ്മൾ കാണുക. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിക്ഷപ്പെടുത്തുവിൻ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. ഞാൻ കൽപ്പിച്ചിട്ടുള്ളതെല്ലാം അനുസരിക്കുവാൻ അവരെ പഠിപ്പിക്കുവിൻ. ഇവിടെയെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നത് കർത്താവ് ഒരു പ്രത്യേക ദൗത്യം ശിഷ്യന്മാരെ ഏൽപ്പിച്ച് അവരെ അയക്കുകയാണ്. നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രഘോഷിക്കണം. അത് വിശ്വസിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. അപ്പോൾ ഒരുവൻ്റെ രക്ഷയും ഒരുവൻ്റെ ശിക്ഷയും അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് വിശ്വാസത്തിൻ്റെ പേരിലാണ്. അനുദിന ജീവിതത്തിൽ ഒരുവൻ അവനോട് തന്നെ ചോദ്യം ചോദിക്കുകയാണ്, ഡു യു ബിലീവ്? നീ വിശ്വസിക്കുന്നു? ആരെങ്കിലും ഈ സുവിശേഷം വിശ്വസിച്ചാൽ അവൻ രക്ഷിക്കപ്പെടും, ആരെങ്കിലും ഈ സുവിശേഷം തിരസ്കരിച്ചാൽ അവൻ ശിക്ഷിക്കപ്പെടും. അപ്പോൾ ഒരുവൻ്റെ രക്ഷയും ഒരുവൻ്റെ ശിക്ഷയും ഒരു തിരഞ്ഞെടുപ്പിൻ്റെ പേരിലാണ് നിൽക്കുക. ഡു യു ബിലീവ്? നീ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം യേശുക്രിസ്തുള്ള വിശ്വാസം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഈ വിശ്വാസത്തെക്കുറിച്ചാണ് നമ്മളിവിടെ പഠിക്കുക. ഫെയ്ത്ത് ഫോർമേഷൻ. എന്താണ് ഈ വിശ്വാസം? അപ്പോൾ വിശ്വാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് ഈ വേദഭാഗത്തു നിന്നും വളരെ വ്യക്തമാകും. പൗലോസ്ലീഹ റോമാർക്കാർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 14-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നുണ്ട്, പ്രസംഗരില്ലാതെ എങ്ങനെ കേൾക്കും? കേൾക്കാതെ എങ്ങനെ വിശ്വസിക്കും? വിശ്വസിക്കാതെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? ചുരുക്കത്തിൽ വിശ്വാസത്തെക്കുറിച്ച് കേൾക്കണം, അത് മനസ്സിലാക്കണം, അത് വിശ്വസിക്കണം, വിളിച്ചപേക്ഷിക്കണം. അപ്പോൾ മാത്രമാണ് ഒരു വിശ്വാസത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരിക. യോഹന്നാൻ 17:3 നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്, ഏക സത്യദൈവമായ അവിടുത്തെയും അവിടുന്ന് അയച്ച ഏകജാതനെയും അറിയുക എന്നുള്ളതാണ് നിത്യജീവൻ. അപ്പോൾ വിശ്വാസത്തെക്കുറിച്ച് കൃത്യമായ അറിവ് ആവശ്യമാണ്. വിശ്വസിക്കണമെങ്കിൽ അതിനെക്കുറിച്ച് കൃത്യമായി നാം അറിഞ്ഞിരിക്കണം, അതിനെക്കുറിച്ച് നമുക്ക് ബോധ്യമുണ്ടായിരിക്കണം. വിശ്വാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പഴയ നിയമത്തിൽ അബ്രഹാം വിശ്വസിച്ചു, അതുപോലെ നീതിക്കായി ഗണിക്കപ്പെട്ടു. റോമൻസ് 4:3 നമ്മളത് കാണുന്നുണ്ട്. അബ്രഹാം വിശ്വസിച്ചു, അതവന് നീതിക്കായി ഗണിക്കപ്പെട്ടു. എലിസബത്തിൻ്റെ അടുക്കൽ പരിശുദ്ധ അമ്മ കടന്നു വന്നപ്പോൾ എലിസബത്ത് പരിശുദ്ധ അമ്മയെ നോക്കി ഇപ്രകാരം പറഞ്ഞു, കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ലൂക്ക 1:46. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. എന്നിട്ട് മാതാവ് ഇപ്രകാരം പറയുന്നുണ്ട് 48-ാം വാക്യത്തിൽ, തലമുറകൾ തോറും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. കാരണം അവളുടെ ഭാഗ്യത്തിന് നിദാനം അവളുടെ വിശ്വാസമായിരുന്നു. ദൂതൻ പറഞ്ഞ ആ വാക്കുകൾ അവൾ വിശ്വസിച്ചു. അതുകൊണ്ട് തലമുറകൾക്ക് അവൾ മാതാവായി, ദൈവത്തിൻ്റെ അമ്മയായി. അതുകൊണ്ട് വിശ്വാസത്തിൻ്റെ പ്രാധാന്യം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒക്കെ നമുക്ക് വ്യക്തമാണ്. യേശു വിശ്വാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നിരവധി പ്രാവശ്യം സംസാരിക്കുന്നതായി നമുക്ക് കാണാം. ഏതൊരു അത്ഭുതം ചെയ്യുമ്പോഴും കർത്താവ് പറയുന്നുണ്ട്, മകനെ മകളെ, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു.
കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് പോയി കടലിൽ പോയി വീഴുക എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കും. ശിഷ്യന്മാരുടെ വിശ്വാസ രാഹിത്യത്തെ അവൻ കുറ്റപ്പെടുത്തി. അപ്പോൾ വിശ്വാസം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഒരുവൻ്റെ രക്ഷയും ഒരുവൻ്റെ ശിക്ഷയും അടിസ്ഥാനമായി നിൽക്കുന്നത് അവൻ വിശ്വസിക്കുന്നുവോ ഇല്ലയോ എന്ന യാഥാർത്ഥ്യത്തിൻ്റെ പേരിലാണ്. അതുകൊണ്ട് വിശ്വാസ പരിശീലനത്തിൽ നാം ഏർപ്പെട്ടിരിക്കുമ്പോൾ ആ വിശ്വാസത്തെക്കുറിച്ചുള്ള പ്രാധാന്യം നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ നാട്ടിൽ 4 തരത്തിലുള്ള വിശ്വാസികൾ നമുക്ക് കാണാൻ സാധിക്കും. ഇല്ലെങ്കിൽ വിശ്വാസികളെ 4 തരത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒന്നാമത്തേതാണ് ഡോഗ്മാറ്റിക് ഫെയ്ത്ത് എന്ന് പറയുക, വിശ്വാസ സത്യങ്ങളെക്കുറിച്ചുള്ള ബോധ്യം. ഞാൻ മുമ്പേ സൂചിപ്പിക്കുകയുണ്ടായി, പൗലോസ്ലീഹായുടെ റോമാക്കാർക്കെഴുതിയ ലേഖനത്തിൽ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി, പ്രഘോഷിക്കാതെ എങ്ങനെ കേൾക്കും, കേൾക്കാതെ എങ്ങനെ വിശ്വസിക്കും, വിശ്വസിക്കാതെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും. അതുകൊണ്ട് വിശ്വാസത്തെക്കുറിച്ചുള്ള കൃത്യമായ അറിവ് നമുക്ക് ആവശ്യമാണ്. ഏകസത്യ ദൈവമായ അവിടുത്തെയും അവിടുന്ന് അയച്ച ഏകജാതനെയും അറിയുക എന്നുള്ളതാണ് നിത്യജീവൻ, യോഹന്നാൻ 17:3. അപ്പോൾ ഏകസത്യ ദൈവമായ കർത്താവിനെയും അവിടുന്ന് അയച്ച ഏകജാതനെയും അറിയണം, മനസ്സിലാക്കണം. അപ്പോൾ വിശ്വാസത്തെക്കുറിച്ചുള്ള അറിവ് ഏറെ പ്രധാനപ്പെട്ടതാണ്. അതാണ് ഡോഗ്മാറ്റിക് ഫെയ്ത്ത്. പ്രത്യേകിച്ചും വിശ്വാസ പ്രമാണത്തെക്കുറിച്ചുള്ള കൃത്യമായ അറിവ്, എന്താണ് വിശ്വസിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് കൃത്യമായ അറിവ് ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന ആ പ്രക്രിയയാണല്ലോ ഡോഗ്മാറ്റിക് ഫെയ്ത്ത് എന്ന് പറയാം. അപ്പോൾ ഒരു വ്യക്തി വിശ്വാസത്തെക്കുറിച്ച് എല്ലാം അറിഞ്ഞ് യേശുവിൽ വിശ്വസിച്ച് യേശുവുമായി ഒരു ബന്ധപ്പെട്ട ജീവിതം നയിക്കുന്നു, അതിനെ ഡോഗ്മാറ്റിക് ഫെയ്ത്ത് എന്ന് പറയുക. അറിവിൻ്റെ തലത്തിൽ, ബുദ്ധിയുടെ തലത്തിൽ ഐ അക്സെപ്റ്റ് ദ ഫെയ്ത്ത്, ഐ അക്നോളജ് എ ഫെയ്ത്ത്, ഐ പ്രൊഫസ് ദ ഫെയ്ത്ത്. ഞാൻ വിശ്വാസത്തെ അംഗീകരിക്കുന്നു, സ്വീകരിക്കുന്നു, അത് ഏറ്റുപറയുന്നു. അങ്ങനെയുള്ളൊരു വിശ്വാസം ഒന്നാമത്തെ തലം. ഇത് ഏറ്റവും ആവശ്യമാണ്. രക്ഷയ്ക്കും ഇത് ആവശ്യമാണ്, വിശ്വാസ ജീവിതത്തിനും ആവശ്യമാണ്. വിശ്വാസത്തെക്കുറിച്ചുള്ള കൃത്യമായ അറിവ്, ഡോഗ്മാറ്റിക് ഫെയ്ത്ത്. രണ്ടാമത്തെ തലമെന്ന് പറയുന്നത് മിറാക്കുലസ് ഫെയ്ത്ത്. ബുദ്ധിയിലും ചിന്തയിലും മാത്രം നിൽക്കുന്ന ഒരു വിശ്വാസത്തിനപ്പുറത്ത് ദൈവം ഇന്നും ജീവിക്കുന്നുവെന്ന് അത്ഭുതങ്ങളിലും അടയാളങ്ങളിലും തിരിച്ചറിയുന്ന, അനുഭവിക്കുന്ന ഒരു തലം. അതിനെയാണ് മിറാക്കുലസ് ഫെയ്ത്ത് എന്ന് പറയുക. ബുദ്ധിയുടെയും ചിന്തയുടെയും തലത്തിനപ്പുറത്ത് കാണപ്പെടുന്ന അത്ഭുതങ്ങളിലും അടയാളങ്ങളിലൂടെയും വിശ്വാസത്തെ ശക്തിപ്പെടുത്തുന്ന രണ്ടാമത്തെ തലമാണ്. ഉദാഹരണം പറഞ്ഞാൽ, ഒരു കരിസ്മാറ്റിക് ധ്യാനത്തിന് എല്ലാവരും ഒന്നിച്ചു കൂടിയിരിക്കുകയാണ്. നടക്കാൻ വയ്യാത്തൊരു കുട്ടിയെ അവർ ആ കരിസ്മാറ്റിക് ധ്യാന കേന്ദ്രത്തിൽ കൊണ്ടുവന്നു പ്രസംഗവേദിയിൽ കൊണ്ട് കിടത്തി. പ്രസംഗം ശക്തമായി വന്നപ്പോൾ അഭിഷേക പ്രാർത്ഥനയുടെ നിമിഷത്ത് ഈ കുട്ടി ചാടി എഴുന്നേറ്റ് സ്റ്റേജിൽ വന്ന് സാക്ഷ്യം പറഞ്ഞു. അപ്പം എല്ലാവർക്കും വലിയ സന്തോഷമായി. ദൈവം ഇന്നും ജീവിക്കുന്നു, ദൈവം ഈ കുട്ടിയിലൂടെ ഇന്ന് പ്രവർത്തിച്ചിരിക്കുന്നു. എൻ്റെ ചിന്തയിലും ബുദ്ധിയിലും മാത്രം നിൽക്കുന്ന ഒരു ദൈവമല്ല, പിന്നെയോ ആ ദൈവം ഇന്നും ജീവിക്കുന്നുവെന്ന് എനിക്ക് അടയാളങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചു. അത്ഭുതങ്ങളിലും അടയാളങ്ങളിലും ദൈവത്തെ കാണാനും അനുഭവിക്കാനും സാധിച്ചു. അതിനെയാണ് മിറാക്കുലസ് ഫെയ്ത്ത് എന്ന് നമ്മൾ പൊതുവായിട്ട് പറയുക. മൂന്നാമതായിട്ട് നമ്മൾ കാണുന്ന ഒരു തലമാണ് എക്സ്പീരിയൻഷ്യൽ ഫെയ്ത്ത്. ധ്യാനകേന്ദ്രത്തിൽ ഞാൻ പോയപ്പോൾ ഒരു കുട്ടി, നടക്കാൻ വയ്യാത്ത കുട്ടി, എഴുന്നേറ്റ് സ്റ്റേജിൽ വന്ന് സാക്ഷ്യം പറഞ്ഞു. ഞാൻ അത്ഭുതം കണ്ടു, അടയാളം ഞാൻ കണ്ടു. അതിൻ്റെ പേരിൽ എൻ്റെ വിശ്വാസം അല്പം കൂടെ ശക്തിപ്പെട്ടു. തീർച്ചയായിട്ടും നല്ല കാര്യം. മൂന്നാമത് എക്സ്പീരിയൻഷ്യൽ ഫെയ്ത്ത് എന്ന് പറയുമ്പോൾ എൻ്റെ വ്യക്തി ജീവിതത്തിൽ എനിക്ക് ദൈവം അനുഭവമായി തീരുന്ന നിമിഷമാണ്. എൻ്റെ ബുദ്ധിയുടെയും അറിവിൻ്റെയും തലത്തിനപ്പുറത്ത് മറ്റൊരു വ്യക്തിക്ക് ദൈവം അനുഭവം കൊടുത്തത്, കണ്ടതും കേട്ടതിൻ്റെയും അനുഭവത്തിനപ്പുറത്ത് എനിക്ക് എൻ്റെ തകർച്ചയിൽ, എൻ്റെ പ്രതിസന്ധിയിൽ എനിക്ക് ദൈവം അനുഭവമായി തീരുന്ന തലം, അതിനെയാണ് എക്സ്പീരിയൻഷ്യൽ ഫെയ്ത്ത്. ഒരു ഉദാഹരണത്തിലൂടെ നമുക്കത് കൂടുതൽ വ്യക്തമാകും. സുവിശേഷ സംഘത്തിൽ ഒരു വ്യക്തി വന്ന് പറഞ്ഞ സാക്ഷ്യം ഞാൻ ഓർക്കുകയാണ്. ഒരു വളരെ സാധാരണക്കാരനായ പാവപ്പെട്ട മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ മകള് MSc പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് നല്ലൊരു കല്യാണാലോചന വന്നു. നല്ല ആലോചന ആയതുകൊണ്ട് നടത്താനായിട്ട് തീരുമാനിച്ചു. പക്ഷേ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കാര്യമായ സാമ്പത്തികമായ ഭദ്രത ഒട്ടും ഇല്ലായിരുന്നു. വികാരിയച്ഛനോട് പോയി വിഷയം പറഞ്ഞു. വികാരിയച്ഛന് പള്ളിയിൽ പറഞ്ഞ് നാട്ടുകാരോടും പള്ളിക്കാരോടുമൊക്കെ ഒരു കളക്ഷൻ എടുത്ത് അത്യാവശ്യം കുറേ പൈസയൊക്കെ സ്വരൂപിച്ച് അദ്ദേഹത്തെ ഏൽപ്പിച്ചു. പക്ഷെ കല്യാണത്തിന് ഒരാഴ്ച മുമ്പ് ഈ പെൺകുട്ടിക്ക് വേണ്ടി അല്പം സ്വർണം എടുക്കാൻ
ഒരു പൈസ പോലും കയ്യിലില്ല. എങ്ങനെ കല്യാണം നടത്തും? അല്പം പോലും സ്വർണം കൊടുത്തു വിടാതെ എങ്ങനെ ഒരു മകളുടെ കല്യാണം നടത്തും? വളരെ മനപ്രയാസപ്പെട്ടു. പലരോടും ചോദിച്ചിട്ടൊന്നും കിട്ടിയില്ല. വികാരിച്ചിട്ട് പിന്നെയും ചെന്നു. അച്ഛൻ പറഞ്ഞു, പള്ളിയിൽ നമുക്ക് എടുക്കാൻ നോക്കി എടുത്തു. ഏതായാലും പ്രാർത്ഥിക്കാം, ദൈവം ഇടപെടും എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ശക്തിപ്പെടുത്തി പ്രോത്സാഹിപ്പിച്ച് അദ്ദേഹം പറഞ്ഞയച്ചു. അദ്ദേഹം പറയുകയാണ്, കല്യാണത്തിന് 4 ദിവസം മുൻപ്, ഒരുപക്ഷെ കല്യാണം ഉഴപ്പിപ്പോകുന്ന മനസ്സുകൊണ്ട് ദുഃഖിച്ച ആ നിമിഷം, അദ്ദേഹത്തിൻ്റെ കൂടെ പഠിച്ച ഒരാൾ 40 വർഷം മുൻപ് കൂടെ പഠിച്ചതാണ്. അദ്ദേഹത്തിന് ഏകദേശം 55 വയസ്സ് കഴിഞ്ഞു. അപ്പോൾ അവർ രണ്ടുപേരും ഒന്നിച്ച് 10ാം ക്ലാസ് വരെ ഒന്നിച്ചുണ്ടായിരുന്നതാണ്. ആ കാലഘട്ടത്തിൽ ഇദ്ദേഹം ഈ വീട്ടിൽ വന്ന് പരിചയമുണ്ട്. അതിനുശേഷം 40 വർഷം ഇദ്ദേഹത്തെ കണ്ടിട്ടേ ഇല്ല. അപ്പോൾ ഈ പ്രദേശത്ത് അദ്ദേഹം വന്നപ്പോൾ ഈ വീട് പരിചയമുണ്ടായിരുന്നുകൊണ്ട് തേടി പിടിച്ച് ഈ വീട്ടിൽ വന്നു. അപ്പോൾ വളരെ സന്തോഷത്തോടെ പഴയ സുഹൃത്തിനെ സ്വീകരിച്ച് വർത്തമാനമൊക്കെ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ കുറവിനെ അദ്ദേഹം മറച്ചു വെച്ചില്ല. അദ്ദേഹം പറഞ്ഞു, മകളുടെ കല്യാണമൊക്കെ ഉറച്ചു, പക്ഷേ മകളെ പറഞ്ഞയക്കാൻ എൻ്റെ കയ്യിൽ ഒട്ടും പണമില്ല, സ്വർണം എടുക്കാൻ എൻ്റെ ഒട്ടും കാശില്ല, അതുകൊണ്ട് വിവാഹം ചിലപ്പോൾ മുടങ്ങാൻ സാധ്യതയുണ്ടെന്നുള്ള പ്രയാസം പങ്കുവെച്ചു. ഈ വന്ന മനുഷ്യൻ അന്നേരം പറയുകയാണ്, ഞാനൊരു ജുവലറി നടത്തുന്നവനാണ്, നീ ഒരു കാര്യം ചെയ്യ്, നീ എൻ്റെ കടയിൽ വന്ന് നിനക്ക് അത്യാവശ്യമുള്ള സ്വർണം അവിടെ നിന്ന് എടുക്കാം, സൗകര്യം പോലെ നീ പൈസ അടച്ചു തീർത്താൽ മതി. അദ്ദേഹം ഇപ്രകാരം സാക്ഷി അവസാനിപ്പിക്കുകയാണ്. ആ കടയിൽ പോയി അത്യാവശ്യം സ്വർണ്ണമെടുത്തു, കല്യാണമെല്ലാം ഭംഗിയായിട്ട് നിർവഹിച്ചു. ഒരു അനുഗ്രഹപ്രദമായിട്ട് കല്യാണം നടത്താൻ സാധിച്ചു. അദ്ദേഹം കൂട്ടിച്ചേർത്തൊരു വാചകം എന്നെ ഏറെ സ്ട്രൈക്ക് ചെയ്തു. അദ്ദേഹം ഇപ്രകാരം അവസാനം പറഞ്ഞു നിർത്തി, അച്ഛാ, യേശുക്രിസ്തു ജുവലറിക്കാരൻ്റെ വേഷം കിട്ടി എൻ്റെ വീട്ടിൽ വന്നതാ അച്ഛാന്നു. യേശുക്രിസ്തു ജുവലറിക്കാരൻ്റെ വേഷം കെട്ടി എൻ്റെ വീട്ടിൽ വന്നു എന്ന് അദ്ദേഹം പറയുകയാണ്. കഴിഞ്ഞ 40 വർഷം ഞാൻ കാണാതിരുന്ന ഈ സുഹൃത്ത് ഇന്ന് എൻ്റെ പ്രതിസന്ധിയുടെ നടുവിൽ എൻ്റെ വീട്ടിൽ കടന്നു വന്ന് എനിക്ക് അനുഭവമായെങ്കിൽ അത് ജുവലറിക്കാരനല്ല, യേശു വേഷം കെട്ടി ജുവലറിക്കാരൻ്റെ വേഷം കെട്ടി വന്നതാണ്. വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ ദൈവമാണ്. ജുവലറിക്കാരൻ ദൈവമായിട്ടാണ് ഒരു മുമ്പിൽ നിൽക്കുക. ഇതാണ് എക്സ്പീരിയൻഷ്യൽ ഫെയ്ത്ത്. എൻ്റെ ഒരു പ്രതിസന്ധിയുടെ നിമിഷത്ത്, എൻ്റെ ഒരു തകർച്ചയുടെ നിമിഷത്തിൽ, രോഗത്തിൻ്റെ നിമിഷത്തിൽ, അല്ലെങ്കിൽ ഞാൻ തകർന്നു പോകുമെന്ന് ഞാൻ കരുതുന്ന ഒരു നിമിഷത്തിൽ എൻ്റെ മുമ്പിൽ അവതരിക്കുന്ന ദൈവീക അനുഭവം, ദൈവസാന്നിധ്യം, എക്സ്പീരിയൻഷ്യൽ ഫെയ്ത്ത്. ഇത് 3 നമുക്ക് ആവശ്യമാണ് വിശ്വാസത്തിൻ്റെ വളർച്ചയിൽ. ഒന്നാമത് അറിവിൻ്റെ തലത്തിൽ നാം ദൈവത്തെ അറിയണം. അതുകൊണ്ടെല്ലാമായെന്ന് കരുതരുത്. പല വിശ്വാസികളും ആ തലത്തിൽ നിൽക്കുന്നവരാണ്. അറിവിൻ്റെ തലത്തിൽ അവർക്കെല്ലാം ഉണ്ട്. അവർ ആ തലത്തിൽ തീർച്ചയായിട്ടും നല്ല ക്രിസ്ത്യാനികളാണ്. പക്ഷേ അറിവിൻ്റെ തലത്തിൽ നിന്നും അത്ഭുതങ്ങളിലും അടയാളങ്ങളിലും ജീവിക്കുന്ന ദൈവത്തിൻ്റെ തലത്തിലേക്ക് വിശ്വാസത്തെ നമ്മൾ ഉയർത്തണം. ബുദ്ധിയിലും ചിന്തയിലും മാത്രമല്ല, അത്ഭുതങ്ങളും അടയാളങ്ങളിലും ഇന്നും ജീവിക്കുന്ന ദൈവമുണ്ട്. മൂന്നാമതായിട്ട് എക്സ്പീരിയൻഷ്യൽ ഫെയ്ത്ത്. എൻ്റെ പ്രതിസന്ധിയിൽ എനിക്ക് ദൈവം അനുഭവമാകുന്നുണ്ടോ? വേറൊരു വ്യക്തിക്ക് അനുഭവമായ കാര്യമല്ല, എനിക്ക് ദൈവം വ്യക്തിപരമായി അനുഭവമാകുന്നുണ്ടോ? വ്യക്തിപരമായിട്ട് എനിക്ക് ദൈവം അനുഭവമാകുന്ന അതിനെയാണ് എക്സ്പീരിയൻഷ്യൽ ഫെയ്ത്ത്. അപ്പോൾ ഈ 3 രീതിയിൽ വിശ്വാസത്തെ കാണുന്നവരും അനുഭവിക്കുന്നവരും ഉണ്ട്. എന്നാൽ പ്രിയ സഹോദരങ്ങളെ, ഈ 3 തലത്തിലും വിശ്വാസത്തെ നാം മനസ്സിലാക്കി അനുഭവിച്ചതിൻ്റെ പേരിൽ നമ്മളാരും രക്ഷിക്കപ്പെടത്തില്ല. 4മതൊരു വിശ്വാസമുണ്ട്. ആ തലത്തിലേക്ക് വിശ്വാസം വളർന്നെങ്കിൽ മാത്രമേ വിശ്വാസം രക്ഷിക്കപ്പെടുന്ന വിശ്വാസമായി തീരത്തുള്ളൂ. അറിവിൻ്റെ തലത്തിലോ അത്ഭുതങ്ങളുടെ തലത്തിലോ അനുഭവത്തിൻ്റെ തലത്തിലോ വിശ്വാസം ആയി എന്നതിൻ്റെ പേരിൽ ഞാനും നിങ്ങളും ഒരു കോസ്റ്റും കൊടുത്തിട്ടില്ല. വിശ്വാസ പ്രമാണത്തെക്കുറിച്ച് പഠിക്കാനോ യേശുവിനെക്കുറിച്ച് മനസ്സിലാക്കാനോ നമ്മൾ എന്ത് കോസ്റ്റ് കൊടുത്തു, എന്ത് വില കൊടുത്തു? ആരുടെയും ജീവിതത്തിൽ അത്ഭുതം അടയാളവും സംഭവിച്ചതിന് ഞാൻ എന്ത് കോസ്റ്റ് കൊടുത്തു? എൻ്റെ പ്രതിസന്ധിയിൽ ദൈവം എനിക്ക് അനുഭവമായതിന് ഞാൻ എന്ത് വില കൊടുത്തു? ഒരു വിലയും കൊടുത്തില്ല. എന്നാൽ 4മത്തെ തലം അത് വില കൊടുക്കേണ്ടതാണ്. അതാണ് രക്ഷിക്കുന്ന വിശ്വാസം. ദാറ്റ് ഈസ് കോസ്റ്റ്ലി. മറ്റു വാക്കിൽ പറഞ്ഞാൽ സാൽവിഫിക് ഫെയ്ത്ത്, ക്രിസ്തു ഉള്ളിലുള്ള വിശ്വാസം, ക്രൈസ്റ്റ് ഹൂ ഈസ് ഇൻ. മറ്റു വാക്കിൽ പറഞ്ഞാൽ എബൈഡിങ് ഫെയ്ത്ത്. നമുക്ക് മനസ്സിലാകാൻ വേണ്ടി വേദഭാഗം നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നത് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ യേശു പഠിപ്പിക്കുന്ന മുന്തിരിയുടെയും ശാഖയുടെയും ഉപദേശം. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. യേശുവാകുന്ന മുന്തിരിച്ചെടിയുടെ ശാഖകളാണ് നമ്മളെല്ലാവരും. മുന്തിരിയുടെ ശാഖ
തായ്തണ്ടായ യേശുവിനോട് ചേർന്നിരിക്കുമ്പോഴാണ് തായ്തണ്ടിൽ നിന്നും ജീവരസം നുരഞ്ഞു പൊങ്ങി ശാഖയിലേക്ക് വന്ന് ശാഖഫലം പുറപ്പെടുവിക്കുന്നത്. അപ്പോൾ മുന്തിരിയുടെ ശാഖ തായ്തണ്ടിനോട് ചേർന്നിരിക്കണം. നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. എബൈഡ് ഇൻ മീ, ഐ എബൈഡ് ഇൻ യു. ഈ പദം നിങ്ങൾ എന്നിൽ വസിക്കുവിൻ അല്ലെങ്കിൽ എബൈഡ് എന്ന പദം 11 പ്രാവശ്യം അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു വ്യക്തി ക്രിസ്തുവിൽ വസിക്കുന്ന ഒരു അനുഭവം, ക്രിസ്തു എൻ്റെ ഉള്ളിൽ വസിക്കുന്ന അനുഭവം. എബൈഡ് ഇൻ മീ, ഐ എബൈഡ് ഇൻ യു. അപ്പോൾ ക്രിസ്തു ഉള്ളിലുള്ള വിശ്വാസം, അതിനെയാണ് നമ്മൾ രക്ഷിക്കുന്ന വിശ്വാസം, സാൽവിഫിക് ഫെയ്ത്ത് എന്നതുകൊണ്ട് അർത്ഥമാക്കുക. എന്താണ് ഈ രക്ഷിക്കുന്ന വിശ്വാസം അല്ലെങ്കിൽ സാൽവിഫിക് ഫെയ്ത്ത്? ആരാണ് ക്രിസ്ത്യാനി എന്ന ചോദ്യത്തിന് കൃത്യമായി ഉത്തരം കൊടുത്തു കഴിയുമ്പോൾ നമുക്കത് പെട്ടെന്ന് മനസ്സിലാവും. ക്രിസ്ത്യൻ എന്ന് എഴുതുന്നത് ക്രൈസ്റ്റ് എന്ന് എഴുതിയിട്ട് IAN എഴുതുമ്പോഴാണ് ക്രിസ്ത്യൻ. ക്രൈസ്റ്റ് ഹൂ ഈസ് ഇൻ, ക്രൈസ്റ്റ് ഇൻ എക്സ്പീരിയൻസ്. ആരുടെയൊക്കെ ഉള്ളിൽ ക്രിസ്തു ഉണ്ടോ അവനാണ് ക്രിസ്ത്യാനി. ക്രിസ്തു ഉള്ളിലോട്ട് കടന്നു വരണം, എങ്കിൽ മാത്രമേ ഒരുവൻ ക്രിസ്ത്യാനി ആകുകയുള്ളൂ. ഒരു മലങ്കരക്കാരനാകാനോ ഓർത്തഡോക്സുകാരനാകാനോ യാക്കോബേക്കാരനാകാനോ സീറോ മലബാറുകാരനാകാനോ ഒക്കെ വളരെ എളുപ്പമാണ്. പള്ളിയിൽ പോയി കുടിശ്ശിക കൊടുത്ത് അത്യാവശ്യം സഭാകാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൂതാശകളൊക്കെ സ്വീകരിച്ച് മര്യാദയ്ക്ക് നടന്നാൽ എല്ലാവരും പറയും നല്ല ആളുകളാണെന്ന് പറയും. വികാരിയച്ഛനും പറയും, നാട്ടുകാരും പറയും, എല്ലാവരും പറയും നല്ല ആളാണ്, പള്ളിയിൽ പോകുന്നുണ്ട്, ദൈവകാര്യങ്ങളൊക്കെ കുറേ അറിയാം, കുടിശ്ശിക കൊടുക്കുന്നുണ്ട്, മറ്റലമ്പിനൊന്നും പോകുന്നില്ല. തീർച്ചയായിട്ടും ഒരു മലങ്കരക്കാരനാകാനോ ഒരു നാമമാത്രമായ മലങ്കരക്കാരനാകാൻ ഇത്രയും മതി. പക്ഷേ യഥാർത്ഥ ക്രിസ്ത്യാനിയാകാൻ ഇത് പോരാ. യഥാർത്ഥ ക്രിസ്ത്യാനിയാകാൻ ഇത് പോരാ. ക്രിസ്തു ഉള്ളിൽ വസിക്കണം. ക്രിസ്തു ഉള്ളിലുള്ളവനാണ് ക്രിസ്ത്യാനി. മലങ്കരക്കാർ പള്ളിയിൽ പോകുന്നവരുടെ എത്ര പേരുടെ ഉള്ളിൽ യേശുവുണ്ട്. പള്ളിയിൽ പോയി കുടിശ്ശികയും കൊടുത്ത് മര്യാദയ്ക്ക് ജീവിച്ചു എന്നതിൻ്റെ പേരിൽ ഒരുപക്ഷെ ഞാൻ നിങ്ങൾ മലങ്കരക്കാരാകാം. പക്ഷേ എൻ്റെ ഉള്ളിൽ ക്രിസ്തു ഉണ്ടോ? ക്രിസ്തു ഉള്ളിലുള്ളവനാണ് ക്രിസ്ത്യാനി. പക്ഷേ ക്രിസ്തു ഉള്ളിലോട്ട് കടന്നു വരിക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത് വളരെ വില കൊടുക്കേണ്ട യാഥാർത്ഥ്യമാണ്. ഇറ്റ് ഈസ് വെരി കോസ്റ്റ്ലി. ഒരു പ്രകൃതി നിയമമുണ്ട്, ഉള്ളിലെ അശുദ്ധവായു പുറത്തു പോകാതെ ആർക്കും ശുദ്ധവായു എടുക്കാൻ സാധിക്കില്ല. ഉള്ളിലെ അശുദ്ധവായു എത്ര പുറത്തു പോകുമോ അവിടേക്കാണ് ശുദ്ധവായു കടന്നു വരിക. ശുദ്ധവായു എടുക്കാൻ നിൻ്റെ ഉള്ളിൽ ഇടമുണ്ടോ? അപ്പോൾ ശുദ്ധവായു എടുക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ, ഉള്ളിലെ അശുദ്ധവായുവിനെ പുറത്തു കളയണം. അതുകൊണ്ട് യേശു ഉള്ളിലോട്ട് കടന്നു വരാൻ ഒറ്റ വഴിയേ ഉള്ളൂ. എൻ്റെ ഉള്ളിലെ അശുദ്ധിയെ, തിന്മയെ, പാപത്തെ പുറത്തു കളയാതെ ഒരിക്കലും യേശുവിൻ്റെ ഉള്ളിലോട്ട് കടന്നു വരികയില്ല. ഗ്യാസിൻ്റെ അസുഖമുള്ള ഒരാൾ ഹോസ്പിറ്റലിലേക്ക് ഓടിച്ചെന്നു, വയറെല്ലാം വേർതിരിക്കുകയാണ്. നമ്മൾ ഡോക്ടർ പരിശോധിച്ച് പറഞ്ഞു ഗ്യാസിൻ്റെ അസുഖമാണെന്ന് പറഞ്ഞു. എന്നിട്ട് ഗ്യാസിനെക്കുറിച്ച് 1 മണിക്കൂർ ക്ലാസ് എടുത്തു. അസുഖം മാറുമോ? ഇല്ല. വീണ്ടും ഡോക്ടർ പറഞ്ഞു ഇൻ്റർനെറ്റിൽ കൂടെ പുതിയ ഗുളിക ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ആ ഗുളിക കഴിച്ചാൽ ഗ്യാസിൻ്റെ അസുഖം എല്ലാം മാറും. നമ്മൾ ഗുളികയെക്കുറിച്ച് 1 മണിക്കൂർ വീണ്ടും ക്ലാസ് എടുത്തു. അസുഖം മാറുമോ? ഇല്ല. ഇവൻ ഈ ഗുളികയുമായിട്ട് വീട്ടിൽ ചെന്ന് ഭാര്യയോടും നാട്ടുകാരോടും എല്ലാം ഈ ഗുളികയുടെ വിശേഷം പറഞ്ഞു. മൊബൈലിൽ കൂടെ കൂട്ടുകാരോടും ഈ ഗുളികയുടെ വിശേഷം പറഞ്ഞു. അസുഖം മാറത്തില്ല. പിന്നെ അവന് ഗുളികയെക്കുറിച്ച് പാട്ടെഴുതി ഉണ്ടാക്കി. രക്ഷ നൽകും ഗുളിക, ഗ്യാസ് പോകും ഗുളിക, സൗഖ്യം നൽകും ഗുളിക. നാട് മുഴുവൻ അവൻ ഭയങ്കര പാട്ടാണ് ഈ ഗുളികയുടെ മാഹാത്മ്യം പറഞ്ഞു. അതിൻ്റെ പേരിലൊന്നും ഇവൻ്റെ അസുഖം മാറത്തില്ല. ഈ ഗുളിക ഉള്ളിൽ ചെന്ന് പ്രവർത്തിക്കണം, ഈ ഗുളിക കഴിക്കണം. ഗുളിക ഉള്ളിൽ ചെന്ന് പ്രവർത്തിക്കുമ്പോൾ മാത്രമേ ഇവൻ്റെ അസുഖം മാറുകയുള്ളൂ. പ്രിയ സഹോദരങ്ങളെ, യേശുവിനെക്കുറിച്ച് എത്ര കേട്ടാലും, എത്ര പഠിച്ചാലും, എത്ര പ്രസംഗിച്ച് നടന്നാലും, എത്ര പാട്ടുപാടി കൈയടിച്ച് പൊട്ടിച്ചാലും യേശു എന്ന വ്യക്തി ഉള്ളിലോട്ട് കടക്കാതെ ഒരുവനും ക്രിസ്ത്യാനിയാകത്തില്ല. ക്രിസ്തു ഉള്ളിലുള്ളവനാണ് ക്രിസ്ത്യാനി. പക്ഷേ ക്രിസ്തു ഉള്ളിലോട്ട് കടന്നു വരാൻ ഉള്ള വഴികളെ നമ്മൾ അടച്ചു കഴിയുമ്പോൾ യേശു ഉള്ളിലോട്ട് കടക്കാൻ സാധിക്കുകയില്ല. യേശു ഉള്ളിലേക്ക് കടക്കുകതിലെയാണ് നമ്മുടെ നാവിലൂടെയും ചെവിയിലൂടെയും പഞ്ചേന്ദ്രിയങ്ങളിലൂടെയും ഒക്കെയാണ് യേശു ഉള്ളിലോട്ട് കടക്കുന്നത്. അപ്പോൾ യേശു ഉള്ളിൽ വന്ന് വസിക്കണമെങ്കിൽ ഉള്ളിൽ സ്പേസ് കൊടുക്കണം. അത് ഞാൻ പറഞ്ഞു, ഉള്ളിലെ അശുദ്ധിയെ പുറത്ത് കളയാതെ ശുദ്ധി ഉള്ളിലോട്ട് കടക്കത്തില്ല. പ്രകൃതി നിയമമാണ്, ഉള്ളിലെ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്ത് കളയാതെ ശുദ്ധവായു, ഓക്സിജൻ എടുക്കാൻ നമുക്ക് സാധിക്കുകയില്ല. യേശു ഉള്ളിൽ വസിക്കണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ, എൻ്റെ ഉള്ളിലെ തിന്മയെ, അശുദ്ധിയെ, പാപത്തെ പുറത്ത് കളയണം.
അതുമാണ് യോഹന്നാൻ സ്നാപകൻ പറഞ്ഞത്, യേശുവിനെ സ്വീകരിക്കാനുള്ള ഒറ്റ വഴി പശ്ചാത്താപത്തിൻ്റെ മനസ്സാന്തരത്തിൻ്റെ വഴിയാണ്. യേശു അതുതന്നെയാണ് പറഞ്ഞത്, അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കണം. അനുതാപവും പശ്ചാത്താപവും മാത്രമാണ് ദൈവരാജ്യം സ്വീകരിക്കാൻ. സമയം സമാഗതമായി, അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. മർക്കോസ് 1:15. അതുതന്നെയാണ് ബെനഡിക്റ്റ് മാർപ്പാപ്പായും പറഞ്ഞത്, നവസുവിശേഷവൽക്കരണം കുമ്പസാരക്കൂട്ടിൽ നിന്ന് ആരംഭിക്കണം. അതുകൊണ്ട് ഈ 4ാമത്തെ തലമാണ് യഥാർത്ഥ വിശ്വാസത്തിൻ്റെ തലം. ഈ 4ാമത്തിലെ തലത്തിലേക്ക് വിശ്വാസത്തെ നമ്മൾ ഉയർത്തണം. നമ്മുടെ വിശ്വാസ ജീവിതം ഉയർന്നു വരണം. യേശു ഉള്ളിൽ വസിക്കുന്നൊരു വിശ്വാസം. പക്ഷേ അത് വളരെ വില കൊടുക്കേണ്ടതാണ്. ആദ്യത്തെ 3 തലത്തിലും ഒരു കോസ്റ്റ് നമ്മൾ കൊടുത്തില്ല. എന്നാൽ 4ാമത്തെ തലത്തിൽ നമ്മൾ കോസ്റ്റ് കൊടുക്കണം. ദൈവരാജ്യം ബലപ്രയോഗത്തിന് വിഷയമായിരിക്കുന്നു, ബലവാന്മാരത് കീഴടക്കും. ദൈവരാജ്യം ബലപ്രയോഗത്തിന് വിഷയമായിരിക്കുന്നു, ബലവാന്മാരത് കീഴടക്കും. ആരോടാണ് ബലം പ്രയോഗിക്കേണ്ടത്? ഞാൻ എന്നോട് തന്നെ, എൻ്റെ ഇച്ഛയോട്, എൻ്റെ മോഹത്തോട്, എൻ്റെ താല്പര്യങ്ങളോട് ഞാൻ ബലപ്രയോഗം നടത്തുകയാണ്. ഞാൻ എന്നോട് തന്നെ ബലം പ്രയോഗിച്ച് ഞാൻ വിജയം നേടുകയാണ്. അത് വളരെ വില കൊടുക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ആദ്യത്തെ 3 തലങ്ങളിലും നമ്മൾ അധികം കോസ്റ്റൊന്നും കൊടുത്തില്ല. 4ാമത്തെ തലത്തിൽ അതിന് വില കൊടുക്കാൻ നാം കടപ്പെട്ടവരാണ്. ആ വില കൊടുക്കാൻ മനസ്സുള്ളവർക്ക് മാത്രമേ യഥാർത്ഥ ക്രിസ്തീയ അനുഭവത്തിലേക്ക് കടന്നു വരാൻ സാധിക്കുകയുള്ളൂ. അവർക്ക് മാത്രമേ നിത്യരക്ഷ അനുഭവത്തിലേക്ക് കടന്നു വരാൻ സാധിക്കുകയുള്ളൂ. ആരുടെയൊക്കെ ഉള്ളിൽ യേശുവുണ്ടോ അവരൊക്കെ രക്ഷിക്കപ്പെടും. ഉള്ളിലുള്ള യേശു മരണത്തോടുകൂടി ഇല്ലാതാകത്തില്ല. മരണത്തെ അതിലംഘിക്കുന്ന ഒരു ബന്ധം യേശുവുമായിട്ട് നമുക്കുണ്ടാകും. എബൈഡ് ഇൻ മീ, ഐ എബൈഡ് ഇൻ യു. ആ ബന്ധം ഒരിക്കലും അവസാനിക്കുന്നതല്ല. മരണത്തെപ്പോലും അതിലംഘിക്കുന്നൊരു ബന്ധം യേശുവുമായി നമുക്കുണ്ടാകും. അതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തിൻ്റെ 4 തലങ്ങളെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കിയത്. അത് ഞാനൊന്നുകൂടി വിശദീകരിക്കാം. അത് ഡോഗ്മാറ്റിക് ഫെയ്ത്ത്, അറിവിൻ്റെ തലത്തിലുള്ള വിശ്വാസം, അത് നമുക്ക് ആവശ്യമാണ്. അവിടെ നിൽക്കരുത്, അടുത്ത പടിയിലേക്ക് നമ്മൾ വളരണം. മിറാക്കുലസ് ഫെയ്ത്ത്, അത്ഭുതങ്ങളും അടയാളങ്ങളിലും വിശ്വാസത്തെ പരിപോഷിപ്പിക്കണം. അവിടെ നിൽക്കരുത്, എൻ്റെ ജീവിതത്തിൽ ദൈവം എനിക്ക് അനുഭവമാകണം. പലപ്പോഴും വിശ്വാസികൾ ഈ 3 തലങ്ങളിൽ നിൽക്കുന്നവരാണ്. ഒരു പള്ളിയിൽ പോകുന്നു, അത്ഭുതം അടയാളങ്ങളൊക്കെ അവർക്ക് അനുഭവമാകുന്നു, അവരുടെ ജീവിതത്തിൽ ദൈവം അവർക്ക് അനുഭവമാകുന്നു. അതുകൊണ്ടെല്ലാമായി എല്ലാവരും പറയും, എനിക്ക് ദൈവം അനുഭവമാണ്, എൻ്റെ പ്രതിസന്ധികളിലൊക്കെ ദൈവം ഇടപെടുന്നുണ്ട്. അപ്പോൾ ആ ദൈവത്തോടൊരു വ്യക്തിബന്ധത്തിൽ അങ്ങനെ കഴിയുന്നു. കൂടുതലും ആ വ്യക്തിബന്ധങ്ങളെല്ലാം തന്നെ അവരുടെ ഭൗതികതയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ആ അനുഭവങ്ങളൊക്കെ നിൽക്കുക. എന്നാൽ ഈ 3 തലത്തിനപ്പുറത്ത് 4ാമതൊരു തലമുണ്ട്. അതാണ് രക്ഷിക്കുന്ന വിശ്വാസം, യേശു ഉള്ളിൽ വസിക്കുന്ന വിശ്വാസം, യേശുവുമായി ആഴപ്പെട്ടൊരു വ്യക്തിബന്ധം സ്ഥാപിക്കുന്ന വിശ്വാസം, മുന്തിരിയുടെ ശാഖ തായ്തണ്ടിനോട് ചേർന്നിരിക്കുന്ന വിശ്വാസം. അത് 24/7 ബിസിനസ്സാണ്. പള്ളിയിൽ പോകുമ്പോൾ ചേർത്ത് വെക്കുകയും ഞായറാഴ്ച പള്ളിയിൽ നിന്ന് പോരുമ്പോൾ വലിച്ചു പറിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്നൊരു ബന്ധമല്ല. ഇറ്റ് ഈസ് എ 24/7 ബിസിനസ്. 24 മണിക്കൂറും ആഴ്ചയിൽ ഓരോ ദിവസവും ഈ ബന്ധത്തിലാണ് നിൽക്കുക. ആ ബന്ധം ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. എന്നാൽ യേശു ഉള്ളിൽ കടന്നു വന്ന് ആ ഒരു ബന്ധത്തിൽ നിലനിൽക്കണമെങ്കിൽ നമ്മൾ വലിയ വില കൊടുക്കണം. പാപത്തിൽ നിന്ന്, തിന്മയിൽ നിന്ന്, അശുദ്ധിയിൽ നിന്ന് നമുക്ക് മാറി നിൽക്കേണ്ടി വരും. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. മത്തായി 5:8. വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ ദർശിക്കുക സാധ്യമല്ല. അതിന് പരിശുദ്ധമായ ഹൃദയത്തിൽ, വിശുദ്ധമായൊരു ഹൃദയത്തിൽ മാത്രമേ ദൈവം വസിക്കുകയുള്ളൂ. ആ വ്യക്തിക്ക് മാത്രമേ യേശുവുമായി ആഴപ്പെട്ട ബന്ധം സ്ഥാപിക്കാൻ സാധിക്കുകയുള്ളൂ. ആ ബന്ധമാണ് നമ്മളെ നിത്യതയിലേക്ക് എത്തിക്കുന്ന ബന്ധം. മരണത്തിന് പോലും ആ ബന്ധത്തെ ഇല്ലാതാക്കാൻ സാധിക്കുകയില്ല. മരണത്തെ അതിശയിക്കുന്ന, അതിലംഘിക്കുന്ന ഒരു ബന്ധമാണത്. ഇതാണ് രക്ഷിക്കുന്ന വിശ്വാസം. ഈ ഒരു വിശ്വാസ തലത്തിലേക്ക് ഉയരുവാൻ വിശ്വാസികളെ ഒരുക്കുന്ന ഒരു പ്രക്രിയയാണ് വിശ്വാസ പരിശീലനം. അറിവിൻ്റെ തലത്തിൽ മാത്രമല്ല, അത്ഭുതങ്ങളും അടയാളങ്ങളിലും അനുഭവത്തിൻ്റെ തലത്തിലേക്ക് മാത്രമല്ല. പിന്നെയോ യഥാർത്ഥ ക്രിസ്ത്യാനി ആരാണ്? ക്രിസ്തു ഉള്ളിലുള്ള ക്രിസ്ത്യാനി അനുഭവത്തിലേക്ക് ഓരോ വിശ്വാസിയും പടിപടിയായി ഈ 4 തലത്തിലും വളർത്തിയെടുക്കുന്ന ഒരു വിശ്വാസ പരിശീലന പദ്ധതിയാണ് മതബോധനം, അല്ലെങ്കിൽ ഫെയ്ത്ത് ഫോർമേഷൻ, കാറ്റഗേസിസ് എന്നതുകൊണ്ട് നമ്മളെ ലക്ഷ്യം വെക്കുക. മലങ്കര സഭയിലെ ഒരു വ്യക്തിയെ ആ സഭയുടെ വിശ്വാസ ജീവിതത്തിലേക്ക് ആനയിക്കുകയും വളർത്തുകയും ഉറപ്പിക്കുകയും ചെയ്യുന്ന വഴി യേശുക്രിസ്തുവുമായും
പരിശുദ്ധ തൃത്വവുമായും ആഴപ്പെട്ടൊരു വ്യക്തിബന്ധത്തിലേക്ക് കടന്നു വരികയും അങ്ങനെ ക്രിസ്ത്യ വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിലേക്കൊരു വ്യക്തി വളർന്നു വരികയും അങ്ങനെ നിത്യരക്ഷയുടെ അനുഭവത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് മതബോധനത്തിൻ്റെ വിശ്വാസ പരിശീലനത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നമുക്ക് പഠിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.